നമസ്കാരം സർ. കേരള ഇൻസൈറ്റിന്റെ ഈ അഭിമുഖത്തിന് തയ്യാറായതിൽ സന്തോഷം. ഇപ്പോ ഭദ്രൻ ഭാസ്കരൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരു രംഗം എന്ന് പറയുന്നത് കരിമണൽ ഖനനത്തിനെതിരായ തോട്ടപ്പള്ളി സമരത്തിനെ നയിച്ചുകൊണ്ട് പോലീസ് ആക്രമിച്ച് അവശനാക്കുന്ന ഒരവസ്ഥയും പിന്നീട് കൈയൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുമ്പോഴും സമരത്തിന്റെ മുൻനിരയിൽ നിന്നിട്ട് സമരത്തെ നയിക്കുന്ന ഒരു സാറിനെയാണ്. എങ്ങനെയാണ് ആ ഒരു സമരത്തിലേക്ക് എങ്ങനെയാണ് താങ്കൾ എത്തുന്നത്? ആ സമരത്തിന്റെ ഒരു തുടക്കത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ സമരം സത്യത്തിൽ തുടങ്ങുന്നത് 1999 1999 മുതല് ശശിധരൻ കർത്ത എന്ന് പറയുന്ന CMRL കമ്പനി ഉടമ എൻ്റെ ബന്ധുക്കളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയില് ലക്ഷ്മിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചേറെ സ്ഥലം വാങ്ങിച്ചു കൂട്ടി. 65 ഏക്കറോളം സ്ഥലം വാങ്ങിച്ചു കൂട്ടി. പിന്നെ അവിടെ ആറാട്ടുപുഴയില് 6.5 ഏക്കറോളം സ്ഥലം വാങ്ങിച്ചു. പിന്നെ പിന്നീട് വന്ന ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് അവർക്ക് അവിടെ മൈനിങ് ലീസ് അനുവദിക്കാൻ തീരുമാനിച്ചു. തോട്ടപ്പള്ളി മുതൽ വലിയഴീക്കൽ വരെയുള്ള 17 കിലോമീറ്റർ സ്ഥലത്ത് ഖനനാനുമതി നൽകുവാൻ തീരുമാനിച്ചു. അപ്പോ ഇതിനെതിരെ സമരം ചെയ്തിരുന്ന കുറച്ച് DYFIക്കാരും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പലരും കൊടിയ മർദ്ദനത്തിനിരയായി. പാർട്ടിക്കുള്ളിൽ തന്നെ പല ആളുകളും നടപടിക്ക് വിധേയരായി. അങ്ങനെ പാർട്ടിക്കാർ തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി വന്നു. അപ്പോൾ അങ്ങനെ മർദ്ദനമേറ്റ ചില ആളുകൾ, നടപടിക്ക് വിധേയരായിട്ടുള്ള ആളുകൾ നമ്മളെ കണ്ടിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ മുഴുവൻ നമ്മുടെ കയ്യിൽ തരികയാണ് ചെയ്തു. അപ്പൊ നമ്മളത് വെച്ച് പഠിച്ചു. ഡോക്ടർ V വേണുഗോപാലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ജനകീയ പ്രതിരോധ സമിതി വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്ന സമയമാണ്. മാത്യു വേളങ്ങാട് സാറും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും പഠിക്കാനുള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ സബ് കമ്മിറ്റിയുടെ ചുമതല എനിക്കായിരുന്നു. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു വന്നപ്പോ ഈ ധാതുമണൽ ഖനനം നടന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഈ ധാതുമണൽ ഖനനത്തിന്റെ കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. VT പത്മനാഭന്റെ ദുരന്തത്തിലേക്ക് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു ലഘുലേഖ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഖനനം മൂലം ഉണ്ടാകുന്ന റേഡിയേഷനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. പിന്നീട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് GR ഇന്ദുഗോപന്റെ മണൽ ജീവികൾ എന്ന് പറയുന്ന പുസ്തകമാണ്. GR ഇന്ദുഗോപൻ സാറിനെ അദ്ദേഹം ഒന്ന് മനോരമയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ഫാക്ച്വൽ ആണോ, ഇതെല്ലാം വസ്തുതാപരമാണോ? ഇത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 100% വസ്തുതാപരമാണ്. ഫിക്ഷണലായിട്ടുള്ള കാൽപ്പനികമായ ഒരു കഥ എന്ന നിലയിൽ അത് വരയ്ക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടി ഒരു ഫിക്ഷണൽ തലം അതിനുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി. അപ്പൊ നമ്മള് മനസ്സിലാക്കുമ്പോ RCC അവിടെ ഒരു സബ് സെന്റർ ഉണ്ട് ചവറയിൽ. റേഡിയേഷനെയൊക്കെ ബാധിക്കുന്ന റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ക്യാൻസറും ത്വക്ക് രോഗങ്ങളും ഒക്കെയുള്ള ആ സ്ഥലത്ത് അവിടെ അതിനെ കുറിച്ച് പഠിക്കാൻ ഒരു സബ് സെന്റർ ഉണ്ട്. RCCയുടെ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഒരു സബ് സെന്റർ എവിടെ പ്രവർത്തിക്കുന്നു.
ചവറയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ പിന്നീട് ആ പ്രദേശം മുഴുവൻ സന്ദർശിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ മുഴുവൻ ഒരു പ്രേതഭൂമിയായി, ഖനനം ചവച്ചു തുപ്പിയ ഒരു സ്ഥലമായി നമ്മൾ മനസ്സിലാക്കുക ചെയ്യും. അപ്പോ ഇതാണല്ലോ നമ്മുടെ തീരത്തും വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ തൊട്ടാണ് നമ്മുടെ ഒരു കൂട്ടായ പഠനത്തിലൂടെയാണ് നമ്മൾ ഇതിന്റെ അപകടം മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുശേഷം ജനകീയ പ്രതിരോധ സമിതി മുന്നിട്ട് ഇറങ്ങി ഒരു കരിമണൽ ഖനന വിരുദ്ധ സമിതി ഉണ്ടാക്കി. ആ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തില് ജനകീയ സമര കമ്മിറ്റികൾക്ക് ആഹ്വാനം ചെയ്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും ആ കമ്മിറ്റികളിൽ സംഘടിതരായി. 64 സമര കമ്മിറ്റികൾ ആ തീരത്തുണ്ടായി. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല പരിസ്ഥിതി പ്രവർത്തകരും ആ സമരത്തിൽ പങ്കാളിയായി. ഡോക്ടർ ഡി സുരേന്ദ്രനാഥിനെ പോലുള്ളവർ അവിടെ വന്നു. അന്ന് അദ്ദേഹമായിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമില്ല. ഡോക്ടർ ഡി സുരേന്ദ്രനുള്ള ആളുകൾ വന്നു, സി മേടനെ പോലുള്ളവർ വന്നു, സുബ്രഹ്മണ്യനെ പോലുള്ളവർ വന്നു, രാജഗോപാൽ വാഗദാനത്തെ പോലുള്ള ആളുകൾ വന്നു. നിരവധി ആളുകള് ആ സമരത്തിന്റെ ഭാഗമായിട്ട് വരികയും അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് 2004 നടന്ന സമരത്തിന്റെ പ്രത്യേകത. അവസാനം മേധാ പട്കർ വന്നു. മേധാ പട്കർ വന്നപ്പോ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ആ സമരത്തില് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായി സഖാവ് MA ബേബി വന്നപ്പോ അവിടുത്തെ സഖാക്കൾ പറഞ്ഞു, CPM-ന്റെ സഖാക്കൾ പറഞ്ഞു, സഖാവിന് ഒരു നിലപാട് ഇതിലുണ്ടെങ്കിൽ മാത്രം ഈ വേദിയിലേക്ക് കയറിയാൽ മതി. സഖാവ് MA ബേബിക്കും സുഹൃത്തുക്കൾക്കും അവിടെ വെയിലത്തിരിക്കേണ്ടി വന്നു. ആ വേദിയിൽ കയറാൻ അവിടുത്തെ സഖാക്കൾ സമ്മതിച്ചില്ല. അതാണ് സ്ഥിതി. അപ്പൊ CPM ഈ സമരത്തിന് ആദ്യം എതിരായിരുന്നു, ഖനനത്തിന് അനുകൂലമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് തന്നെ മേധാ പട്കർ വന്ന് സമരം ശക്തി പ്രാപിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ശ്രീ VM സുധീരനെ നമ്മൾ കണ്ടു. അദ്ദേഹം ഈ സമരത്തിന്റെ മുൻപന്തിയിലേക്ക് വന്നു. അദ്ദേഹം ഈ സമരത്തെ അക്രമവൽക്കരിക്കാതെ ആ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾക്കിടയിൽ ഈ സമരത്തെ ഒന്ന് ഒതുക്കി നിർത്തി ജനങ്ങളെ സംഘടിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ട്. അദ്ദേഹം ഒരു സർവകക്ഷി യോഗം വിളിച്ചു. അതിൽ എല്ലാവരും പങ്കെടുത്തു. ആ സർവകക്ഷി യോഗം ഈ സമരത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. പക്ഷെ അടിസ്ഥാനപരമായി നടത്തിയ പരിശ്രമങ്ങൾ, ജനകീയ കമ്മിറ്റികളുണ്ടായി, ജനങ്ങളെ ഇതിന്റെ കുഴപ്പങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച ഒരു പ്രവർത്തനം ഉണ്ട്. ജനകീയ പ്രതിരോധ സമിതി 1 രൂപ വിലയിട്ടുകൊണ്ട് ഒരു ലീഫ്ലെറ്റ് ഇറക്കി. അതില് കരിമണത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു, അന്നത്തെ അറിവ് വെച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു പ്രചാരണ ആയുധമായി മാറി. അങ്ങനെ നിരന്തരമായ കമ്മിറ്റികൾ, മീറ്റിങ്ങുകൾ, പല ആളുകൾ, എനിക്കറിയാം വലിയഴിക്കല് പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് DYFIയുടെ അവിടുത്തെ നേതാവായിരുന്ന വിപിൻ ദാസ് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരു തുണിക്കട നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ പണം മുടക്കി അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിംഗിൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ഞാനും വേറൊരു സുഹൃത്തും ആ മീറ്റിംഗിൽ പോയി സംസാരിച്ചു. ഇപ്പോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുടെ ഒരു തുടർമാനമായൊരു സംഗതിയിലൂടെയാണ് 2004 ഈ ഉത്തരവ് പിൻവലിക്കുന്നത്. LDF സർക്കാരിന് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. VM സുധീരന്റെ പങ്ക് അതിനകത്ത് ഒരു കാരണവശാലും കുറച്ച് പറ്റില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സമരം എന്ന് പറയുന്ന
PSCക്ക് ചോദ്യമായി തീർന്ന സമരം നടന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ വലിയഴീക്കൽ മുതൽ വിജയ് പാർക്ക് വരെയുള്ള സ്ഥലത്ത് ആളുകൾ ചങ്ങല സൃഷ്ടിച്ചു. ഒരു ചങ്ങലയല്ല, ഒരു മനുഷ്യ കോട്ട തന്നെയായിട്ട് മാറി പെരുമഴയത്ത്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്, നമ്മുടെ ആർക്കൈവ് ഉണ്ട്, പത്ര ഓഫീസുകളിലെല്ലാം ഉണ്ട് ഇപ്പോൾ. അപ്പൊ അത്തരം ഒരു സമരം, അത്തരത്തിൽ വിജയിപ്പിച്ചെടുത്ത ഒരു സമരം ഡോക്ടർ രാജൻ ഗുരുക്കൾ വന്നു. നമ്മൾ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സമിതി ആദ്യം സംഘടിപ്പിച്ച മീറ്റിങ്ങിനകത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യര്, അദ്ദേഹം ശബ്ദ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ വി വേണുഗോപാൽ, അതേപോലുള്ള ആളുകൾ, CR നീലകണ്ഠൻ, അതേപോലുള്ള ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ജനകീയ കൺവെൻഷൻ. അത് പല ആളുകളുടെയും പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അടിച്ചുകൂട്ടിയ കൺവെൻഷനാണ്. ആ കൺവെൻഷൻ നമ്മൾ പ്രഖ്യാപിച്ചു, കരിമണൽ ഖനനം വേണ്ട, തീരം സംരക്ഷിക്കുക. ആ ഒരു പ്രഖ്യാപനം തീര ജനത ഏറ്റെടുത്തു. ജനം ഒറ്റക്കെട്ടായിട്ട് വന്നു. എന്നിട്ട് അന്ന് ഫ്രീസ് ചെയ്തതാണ് ആ ലീസ്, ആ പാട്ടം ലീസ്. അത് പിന്നീട് പൊടിതട്ടി എടുക്കുന്നത് 2016 2016 IREL-ഉം KMML-നും IREL-നും KSIDC-ക്കും, KSIDC സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമാണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതേപോലെ തന്നെ IREL, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും പങ്കാളിത്തമുണ്ട്, ഓഹരി പങ്കാളിത്തമുണ്ട്. എവിടെ? CMRL-ൽ, ശശിധരൻ കർത്തായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുണ്ട്. ആ ഓഹരി പങ്കാളിത്തമുള്ള ആ കമ്പനി എന്ത് ചെയ്യുന്നു? കേരള സർക്കാരിനെതിരെ ഒരു കേസുണ്ട്. ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം കേരള സർക്കാർ കേൾക്കുന്നു, എന്ത് ചെയ്യണോ? ഞങ്ങൾക്ക് ഖനനാനുമതി. അപ്പൊ അതില് ഹൈക്കോടതിയിൽ ആ കേസ് വരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഖനനാനുമതി പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടുമെന്നാണ് അവർ കരുതിയത്. അപ്പോ ഹൈക്കോടതി പറഞ്ഞത് നിലവിലുള്ള ഖനന നിയമത്തിനനുസരിച്ച് 1957-ലെയും 62-ലെയും കേരള മൈൻസ് ആൻഡ് മൈനിങ് ആ നിയമം, നിയന്ത്രണ നിയമം വെച്ചിട്ട് എന്ത് ചെയ്യണം? അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുക, അത് സർക്കാരിന്റെ ഡിസ്ക്രിഷണറി പവറാണ്. അപ്പോ 2004-ൽ തള്ളിക്കളഞ്ഞ, ഫ്രീസ് ചെയ്ത ഒരു വിഷയത്തിൽ 2016-ൽ കേസ് വരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനിടയിൽ ഈ ഖനനത്തിൽ ചില ഇളവുകൾ വരുത്തിയിരുന്നു. അപ്പൊ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഖനനാനുമതി ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഹൈക്കോടതിയിൽ കേസിന് പോയത്. ഹൈക്കോടതി ആ കേസ് തള്ളിയിട്ട് പറഞ്ഞു, സംസ്ഥാന സർക്കാരിന് നിയമം അനുസരിച്ച് വ്യവസ്ഥകൾ പ്രകാരം ഖനനാനുമതി നൽകാം. പക്ഷേ അത് പ്രൂഫായിട്ടുള്ള അനുമതി അല്ല, നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടാണല്ലോ നമ്മളിത് തള്ളിക്കളഞ്ഞത്. ഫുൾ പ്രൂഫായ ഒരു അനുവാദം കിട്ടിയില്ല. വീണ്ടും 2018-ൽ വീണ്ടും ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുകയും സർക്കാരിന് ഇതിനകത്തൊരു നിലപാട് സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്യും. സർക്കാർ അവിടെയും നിലപാട് സ്വീകരിച്ചില്ല.
ഇത് ഈ ഖനന കമ്പനിയോടുള്ള CMRL എന്തെങ്കിലും അതൃപ്തി കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല, ഖനനത്തോടുള്ള അതൃപ്തിയല്ല. 2019 ആകുമ്പോ ഈ അൺഹെൽത്തി ആയിട്ടുള്ള അനാരോഗ്യകരമായ മത്സരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ ആണവ പദാർത്ഥങ്ങളുടെ ഖനനത്തിൽ പൊതുമേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു. അതൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാക്ക് സ്റ്റേജ് ഡ്രാമയായി പിന്നണിയിൽ നടത്തിയൊരു കളിയാണ്. അനാരോഗ്യ മത്സരം ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? മൈനിങ് നടത്താം. അപ്പോ ഇവര് ഈ നിയമത്തിന് 1957-ലെയും 62-ലെയും നിയമത്തില് ഭേദഗതി വരുത്തിക്കൊണ്ട് 2022 ഒരു ഭേദഗതി കൊണ്ടുവരുന്നു, 2023 ഒരു ഭേദഗതി കൊണ്ടുവരുന്നു. ഇപ്പൊ മോണസൈറ്റ് ഒഴിച്ച് ബാക്കിയല്ല ലിത്തിയം, ലാന്തന, അങ്ങനെ തുടങ്ങിയ ആണവ സ്വഭാവം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള റെയർ എർത്തുകൾ ഖനനം ചെയ്യാൻ വിവിധ കമ്പനികളെ അനുവദിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2025 എന്ത് ചെയ്തിരിക്കുന്നു? ഒരു നാഷണൽ റെയർ എർത്ത് മിനറൽ കോറിഡോറിന് വേണ്ടിയുള്ള ഒരു മിഷൻ ആര് സ്ഥാപിക്കും? കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിക്കുന്നു. ആ മിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യയില് ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് മിനറൽ കോറിഡോറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ഒറീസയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും റെയർ എർത്ത് മിനറൽ കോറിഡോറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പൊ ഈ കേരള ഗവൺമെന്റ് അല്ല, പിണറായിയുടെ ഗവൺമെന്റ് ജനുവരിയിൽ 2026 ജനുവരി 28 അവതരിപ്പിച്ച ബജറ്റിനകത്ത് കേരളത്തിൽ ഒരു റെയർ എർത്ത് മിനറൽ കോറിഡോർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഒരു മിഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആ മിഷന്റെ ആസ്ഥാനം ചവറയായിരിക്കും. അവിടെ 100 കോടി രൂപ ആ മിഷൻ സ്ഥാപിക്കാനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്താനും വേണ്ടി 100 കോടി രൂപ ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ആര്? സംസ്ഥാന ഗവൺമെന്റ്. തമിഴ്നാട്ടിൽ ഇതിന് സമാനമായ സംഗതികൾ നടന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇതിനിടയിൽ ഒരു കത്തയച്ചു. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കം? ആ കത്തിന്റെ ഉള്ളടക്കം തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കൊക്കെ വിധേയമായേക്കാം, പക്ഷേ റെയർ എർത്ത് മിനറൽ കോറിഡോറിന്റെ പ്രവർത്തനം തടയാൻ പാടില്ല. അത് അപങ്കുരം തുടരണം. ഇലക്ഷന്റെ തിരക്കിൽ പോലും അത് ഒട്ടും ലാഗ് ചെയ്യാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് അയച്ച കത്താണ്. അപ്പൊ ഞാൻ വീണ്ടും വരാം. ജനുവരി 28 മിനറൽ കോറിഡോർ സംസ്ഥാനം പ്രഖ്യാപിക്കുന്നു. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റില് കേരളത്തിന് കിട്ടിയ ഒരേ ഒരു പദ്ധതി 42,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യത പ്രതീക്ഷിക്കുന്ന മിനറൽ കോറിഡോർ. പിന്നെ ഒരു ആമ വളർത്തൽ കേന്ദ്രവും, കടലാമകളെ വളർത്തുന്ന ഒരു കേന്ദ്രവും. ഇതാണിപ്പോ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഇതിനിടയിൽ ജിതേന്ദ്ര പ്രധാൻ, നരേന്ദ്രമോദിയും പറഞ്ഞിരിക്കുന്നത് ആണവ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യണം? അവിടെ സ്വകാര്യ മേഖലയുടെ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് കൂടി അനുവാദം നൽകണോ?
ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിദേശ നാണ്യം ലഭിക്കുന്നതിനും മത്സരക്കാരനായി ഇന്ന് 80% ഇത് കൈകാര്യം ചെയ്യുന്നത് ചൈനയായിരിക്കെ ആ ചൈനയുടെ ആധിപത്യത്തിന് കുറവ് വരുത്തുന്നതിനും വേണ്ടി സ്വകാര്യ മേഖല അനുവദിക്കണം. അപ്പൊ അതുകൊണ്ട് അവര് ഈ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ഇതില് 5 ബിഡർമാരെ നിലനിർത്തി കേന്ദ്ര ഗവൺമെന്റ്. സദൺ കേരള എക്കണോമിക് കോറിഡോർ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബാധിക്കുന്നുണ്ടാവും ഈ ആലപ്പുഴ തീരത്തെ ആയിരിക്കുമല്ലോ അല്ലെ? തീർച്ചയായും. അപ്പൊ അത് പിന്നെ അവരാ കരാറിൽ ഒപ്പിട്ടിട്ടാണ്. അവരാ കരാറിൽ ഒപ്പിട്ടത് കൊണ്ട്, അത് സ്വീകരിച്ചത് കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് കേരളത്തിന്റെ പാരിസ്ഥിതികമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഒരു കാരണവശാലും ഈ തീരദേശ ഖനനം അനുവദിക്കാൻ പറ്റത്തില്ല. ഒന്ന്, കേരളത്തിന്റെ തീരഘടന, കോസ്റ്റൽ മോർഫോളജി ഖനനത്തിന് അനുകൂലമല്ല. 2, തീരരൂപീകരണം, കോസ്റ്റൽ ഫോർമേഷൻ, അതും ഖനനത്തിന് അനുകൂലമല്ല. കേരളത്തിൽ 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഈ 41 നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കലും മണലും ഒക്കെ അടിഞ്ഞ് കാലാകാലങ്ങളായി അടിഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് വർഷം കൊണ്ടാണ് നമ്മുടെ തീരം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന മണലിന്റെയും എക്കലിന്റെയും ഒക്കെ മേലെ കടല് പ്രവർത്തിച്ച്, സമുദ്ര ചലനങ്ങൾ പ്രതിപ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ തീരം രൂപമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ പൊന്നാനി വരെയുള്ള പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ അതിന് വടക്കോട്ടും നമുക്ക് കാണാൻ കഴിയും ധാരാളം കായലുകളും പിന്നെ നദീമുഖങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോ ഇതിനിടയിൽ ഈ കായലുകൾക്കും നദീമുഖങ്ങൾക്കും അറബിക്കടലിന് ഇടയിലുള്ള ഒരു നേർത്ത വരമ്പ് മാത്രമാണ് നമ്മുടെ തീരപ്രദേശം. ഈ തീരപ്രദേശത്ത് ഖനനം സാധ്യമാണോ? ഇതാണ് വിഷയം. ഈ തീരപ്രദേശത്തിന്റെ ഘടന എന്താണ്? ഇതിന്റെ ഘടന ഈ സാന്ദ്രതയേറിയ ധാതുമണൽ ഇവിടുത്തെ തീരരൂപീകരണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. അപ്പൊ ഇതില്ലാതായാൽ എന്തുണ്ടാവും? കടൽ കിഴക്കോട്ട് ചെല്ലുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലല്ലോ. ഈ കടല് മാറിയാണ് പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ എടുത്താല് സ്ഥലപ്പേരുകൾ പോലും കടലുമായി ബന്ധപ്പെട്ടാണ്. കടുത്തുരുത്തി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ സ്ഥലം പണ്ട് കടൽ തുരുത്തായിരുന്നു. കടപ്ര എന്ന് പറയുന്നത് പണ്ട് കടപ്പുറമായിരുന്നു. പിന്നെ നമ്മുടെ അഴിയടുത്ത് ചിറ, തിരുവല്ലായ്ക്ക് വടക്കുള്ള സ്ഥലം അഴിയടുത്ത് ചിറ, അത് അഴി അടുത്തുണ്ടായിരുന്ന ചിറയാണ്, അഴി ഉണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ കോട്ടയം വരെ കടലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കടലിറങ്ങി ഉണ്ടായിട്ടുള്ളതാണ് ഈ ഭൂപ്രദേശം. കുട്ടനാട് എന്ന് പറയുന്നത് ഒരു വിസ്മയമാണ്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന രണ്ടാമത്തെ, ലോകത്തിൽ തന്നെ രണ്ടാമത്തേതും അവസാനത്തേതുമായ സ്ഥലമാണ് കുട്ടനാട്. ലോകത്ത് 2 സ്ഥലങ്ങളിൽ മാത്രമേ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്നുള്ളൂ. ഒന്ന് നെതർലൻഡും മറ്റൊന്ന് കുട്ടനാടുമാണ്. കുട്ടനാട് കേരളത്തിന്റെ നെല്ലറയാണ്. അത്യപൂർവങ്ങളായ മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷി സങ്കേതങ്ങളുള്ള വേമ്പനാട് കായലിന്റെ ഭാഗമാണ് കുട്ടനാട്. വേമ്പനാട് തന്നെ ഇന്ത്യയിലെ 2ാമത്തെ റംസാർ സൈറ്റാണ്.
ഈ 9 പ്രധാനപ്പെട്ട നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ വേമ്പനാട് കോൾവെറ്റ് എന്നറിയപ്പെടുന്ന വേമ്പനാട് കായലിന് ചുറ്റുവട്ടത്തുമാണ് 9 പ്രധാനപ്പെട്ട നഗരങ്ങൾ. 10-32ഓളം പട്ടണങ്ങളുണ്ട്. ഇതെല്ലാം ഈ ജലാശയത്തെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ ഈ പടിഞ്ഞാറെ ഈ ഭിത്തി ഇല്ലാതായാൽ, ഈ മണൽ ബാരിയർ, ഈ മണൽ ഭിത്തി ഇല്ലാതായാലുള്ള, സാൻഡ് ബാരിയർ ഇല്ലാതായാലുള്ള അവസ്ഥ എന്തായിരിക്കും? പ്രദേശങ്ങളിലെല്ലാം ഉപ്പുവെള്ളം കയറും. അതിന്റെയൊക്കെ പിന്നെ അമ്ല ഗുണം വർദ്ധിക്കും. കൂടുതൽ കണ്ടാമിനേറ്റഡ് ആകും, കൂടുതൽ അത് ഇതാകും, അഴുക്കാകും, കൂടുതൽ മലീമസമാകും. ചെറിയ ചെറിയ സസ്യങ്ങളും ജീവികളും ഒക്കെ അപ്രത്യക്ഷമാകും. അപ്പോ ഇത്തരത്തിലൊരു ഒരു 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 ആവാസ വ്യവസ്ഥ തന്നെ എവിടെ നഷ്ടപ്പെടുകയാണ്. നമുക്ക് കേരളത്തിന്റെ ഹൃദയഭാഗമാണിത്. പൊന്നാനി മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഭാഗം എന്ന് പറയുന്ന കേരളത്തിന്റെ ഹൃദയഭാഗമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലനിക്ഷേപമുള്ളത് ഈ പ്രദേശത്താണ്. ഇവിടെ ഖനനം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ഈ തീരത്ത് ആണവ പദാർത്ഥങ്ങൾ വേർതിരിക്കുന്ന വ്യവസായങ്ങൾ വന്നാൽ, മോണസൈറ്റ് ആണ് പ്രധാനമായിട്ട് ആണവ പദാർത്ഥങ്ങളുടെ അയിര്. അപ്പൊ അത് വേർതിരിക്കുന്ന വ്യവസായങ്ങൾ വന്നാലുള്ള സ്ഥിതി എന്താണ്? അത് മണ്ണിലേക്കും ജലത്തിലേക്കും വായുവിലേക്കും കലരും ആണവ പദാർത്ഥങ്ങൾ. റാഡോൺ, തോറോൺ പോലെയുള്ള വാതകങ്ങൾ പോലും അണുവികരണ സ്വഭാവമുള്ളതാണ്. ഒത്തിരി മൂലകങ്ങളുടെ ഐസോട്ടോപ്പുകൾ ആണവ വികിരണമുള്ളവയാണ്. യുറേനിയം, റേഡിയം, തോറിയം തുടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം ഈ മോണസൈറ്റ് വിഘടിപ്പിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് ഈ തീരം എന്ന് പറയുന്ന ഒരു ആണവ ചൂളയായിട്ട് മാറും. അത് റേഡിയേഷന്റെ വിഷയം. കര നഷ്ടപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, ധാതുമണൽ നിക്ഷേപങ്ങൾ കൊണ്ടാണ് ഈ കര സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ബീച്ച് നറിഷ്മെന്റ് എന്ന പേരിൽ നമ്മളുടെ വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന് ഒരു 10-200 ഏക്കർ സ്ഥലം കടലിൽ നിന്ന് മണ്ണെടുത്ത് നികത്തിയല്ലോ. ബീച്ച് നറിഷ്മെന്റ് ആണ് ചില മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ പോലും വിശേഷിപ്പിച്ചത്. എന്നിട്ട് എന്ത് പറ്റി? ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് ശംഖുമുഖം ബീച്ച്. അതില്ലാതായില്ലേ? കോവളത്ത് പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായില്ലേ? മുതലപ്പൊഴി എന്ന് പറയുന്ന ഫിഷിംഗ് ഹാർബർ അത് തകർന്നില്ലേ? അത് മരണക്കെണിയായി മാറിയില്ലേ? മരണക്കെണിയായിട്ട് മാറി. കല്ലൊക്കെ ഇരുന്നു പോയി. അതിനുണ്ടായിരുന്ന പുലിമുട്ടുകളൊക്കെ തകർന്നുപോയി. വള്ളങ്ങളൊക്കെ പോയി അടിച്ച് തകരുകയല്ലേ ചെയ്യുന്നത്. ഈ 1922 ഖനനം തുടങ്ങിയതാണ് ചവറയിൽ. ഇവര് പറയുന്നത് കറുത്ത സ്വർണ്ണമാണ് ഈ കരിമണൽ എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ 1922 മുതൽ 2026 വരെയുള്ള ഈ കാലയളവ് ചവറ സ്വർഗമാകണമായിരുന്നല്ലോ. അപ്പൊ ഖനനം എന്ന് പറയുന്നത് ഒരുപിടി വരുന്ന ആളുകൾക്കാണ് നേട്ടം, ജനങ്ങൾക്കല്ല. ജനങ്ങൾക്ക് അതിന്റെ ദുരന്തങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ എം സുചിത്ര ഒരു അനുഭവക്കുറിപ്പ് എഴുതിയിരുന്നു. അദ്ദേഹം നിങ്ങളുടെയൊക്കെ പത്ര പ്രവർത്തനത്തിൽ നിങ്ങളുടെയൊക്കെ മാതൃകയാണല്ലോ സുചിത്ര ചേച്ചി. ഒരു ബൊളീവിയയെ കുറിച്ചൊരു ഒരു കുറിപ്പ് എഴുതിയിട്ടിരുന്നു. ബൊളീവിയ വളരെ സമ്പന്നമായിരുന്ന ഒരു രാജ്യമാണ്. ഖനനം നടത്തി ബൊളീവിയ അല്ലാതായി.
ആ രാജ്യം ഒരു പ്രേതഭൂമിയായി, ഗോസ്റ്റ് ലാൻഡായി മാറി. തീരെ ഒരു ഗോസ്റ്റ് ലാൻഡാണ്. 1956 കഡസ്ട്രൽ സർവേ മുതൽ 2017 ഉപഗ്രഹ ചിത്രങ്ങൾ വരെ അപഗ്രഥിച്ചുകൊണ്ട് ഈ IREL തന്നെ, ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് തന്നെ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് 80 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആ സ്ഥലത്തില് 72.5 ചതുരശ്ര കിലോമീറ്റർ ഈ ഖനനം മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ 2016 മുതൽ 2024 വരെയുള്ള കാലയളവില് തോട്ടപ്പള്ളിയിലും കര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ വൻതോതിൽ കര നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ തീരം. പിന്നെ ഖനനം നടത്തി കഴിഞ്ഞാൽ കടൽ കലങ്ങിപ്പോകും. കടൽ കലങ്ങിയാൽ അതിലോട്ട് സൂര്യപ്രകാശം ചെല്ലത്തില്ല. അവിടുത്തെ ഹരിത പ്ലവകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ചെറിയ ജീവികൾക്ക് കഴിയാൻ പറ്റത്തില്ല. ചെറിയ ജീവികൾ ഇല്ലാതെ വരുമ്പോ അതിന് മുകളിലുള്ള ജീവികൾക്ക് ഇല്ലാതെ കഴിയാൻ പറ്റത്തില്ല. കടലിന്റെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ട് നശിക്കും. കടലിന്റെ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം നശിച്ചു പോകും. മത്സ്യസമ്പത്ത് ഇല്ലാതെയാവും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ നമ്മുടെ ഈ ഈ പുറക്കാട് തോട്ടപ്പള്ളി കടപ്പുറത്തിന് ഈ സാർഡൈൻ കോസ്റ്റ് എന്നാ പറയാ. മത്തി കിട്ടുന്ന, മത്തിയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ. മത്തിയില്ല, മത്തിക്ക് വളർച്ചയില്ല. അപ്പൊ അവർക്ക് ഈ ഗ്രീൻ പ്ലാങ്കൺ ഇല്ല. ഇവിടെ നടത്തിയ 5 വർഷം നടത്തിയ ഖനനം എന്ന് പറയുന്നത് ഒരു മലിനീകരണ നിയന്ത്രണ നിയമങ്ങളും പാലിച്ചിട്ടില്ല. ആണവ നിയമം പാലിച്ചിട്ടില്ല. ആണവോർജ്ജ നിയമം അനുസരിച്ച് റെയർ എർത്ത് അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആണവോർജ്ജ വകുപ്പിന്റെ അനുവാദം വേണം. ഒരു റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറെ അവിടെ നിയോഗിക്കണം. ഞാൻ കുട്ടനാടിനെ കുറിച്ച് മുമ്പേ പറഞ്ഞു. കുട്ടനാട്ടിലെ കൃഷി നശിച്ചു. സലൈനിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പുവെള്ളം കയറി. നെല്ലിന് താങ്ങാൻ പറ്റുന്ന ഒരു തോത് എന്ന് പറയുന്നത് 2 PPT ആണ്. 2 പാർട്ട് പെർ ട്രില്യൺ ആണ് എന്തെന്ന് പറയുന്നത് നെല്ലിന് താങ്ങാൻ പറ്റുന്ന ലവണാംശം. അവിടെ 14 PPT വരെ ഉണ്ട്. നെൽകൃഷി ഇല്ല. ഈ തോട്ടപ്പള്ളിയോട് ചേർന്ന ഉണ്ടായിരുന്ന പാടങ്ങളിലൊന്നും ഇപ്പൊ നെൽകൃഷിയില്ല. അവിടെ ആദ്യം 2 കൃഷി ചെയ്തിരുന്നു വർഷം. പിന്നീട് അത് 1 കൃഷിയായി. പിന്നിപ്പോ ഒട്ടുമില്ല. പിന്നെ അതിന് കിഴക്കുമാറി കൃഷി ചെയ്തിരുന്ന ആളുകൾക്ക് നെല്ലിന്റെ അളവിലും വിളവിലും ഗുണത്തിലും കുറവുണ്ടായി. അത് കാരണം നെൽകൃഷി ആരും ചെയ്യുന്നില്ല. ഈ നെല്ല് എടുക്കുന്നില്ല. അപ്പൊ നെൽകൃഷി ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. മത്സ്യസമ്പത്ത്, നെൽകൃഷിയെ, ജീവസന്ധാരണ മാർഗങ്ങളെ, മത്സ്യബന്ധനത്തെ ഒക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. എങ്ങനെയാണ്, എന്താണ് അതിന്? ഈ പുതുയുഗ യാത്ര ആലപ്പുഴയിൽ വന്നപ്പോ ശ്രീ VD സതീശൻ, ഞങ്ങളുടെ സമരസമിതിയുടെ ചെയർമാൻ ശ്രീ സുരേഷ് കുമാറിന് ഉറപ്പ് കൊടുത്തതാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം അവസാനിപ്പിക്കും. വാക്കുപാലിക്കാൻ അയാൾ ബാധ്യസ്ഥനല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങള് സർക്കാർ മേഖലയിൽ ഖനനത്തിന് അനുകൂലമാണ്. സർക്കാരായാലും പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും സംയുക്ത മേഖലയായാലും ആര് കുഴിച്ചാലും തീരാണ്. അപ്പൊ നമ്മുടെ 2001 നമ്മുടെ മുദ്രാവാക്യം തന്നെ എന്താണ്? പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംയുക്ത മേഖലയിലോ ഖനനം പാടില്ല എന്ന് തന്നെയാണ്. ആര് ഖനനം നടത്തിയാലും കുഴപ്പം തീരത്തിന് തന്നെയാണ്. ഈ 5 വർഷം ഖനനം നടത്തി, അതിനു മുമ്പ് ഖനനം നടത്തി, തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും വലിയരിക്കൽ ഹാർബറിൽ നിന്നും ഖനനം നടത്തി. അതിനകത്തെ 8ാമത്തെ പേജിൽ ആളുകളുടെ ചുരുക്കപ്പേരുണ്ട്. ആ ചുരുക്കപ്പേര് പറഞ്ഞത് ആ PV ഞാനല്ല, കേരളത്തിൽ എത്ര PV മാരുണ്ടെന്നാണ് ചോദിച്ചത്. 9ാമത്തെ പേജിൽ അതിന്റെ പൂർണ്ണ രൂപമുണ്ട്. PV ഉണ്ട്,
KK ഉണ്ട്, RC ഉണ്ട്, OC ഉണ്ട്, AG ഉണ്ട്, IK ഉണ്ട്. ഇവരുടെയൊക്കെ പേരുകളുണ്ട്. 172 കോടി രൂപയുടെ അഴിമതി അതിനകത്തുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്. ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, SFIയുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ നടത്തിയ അതിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഇതിനകത്ത് ഇവർക്കെല്ലാം പങ്കുണ്ട്. ആ പങ്കാളിത്തമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. സമരം ശക്തമാക്കി മുന്നോട്ട് പോവുക. എന്താണ് ഇപ്പൊ സമരസമിതിയുടെ ഇപ്പോഴത്തെ ഒരു കൂടുതൽ ആളുകൾ ഈ സമരത്തിലേക്ക് വരണം. നമ്മളെ തല്ലിയത് അറിഞ്ഞുകൊണ്ട്, എനിക്ക് തല്ലുകൊണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഈ തീരത്തേക്ക് വന്ന ആളാണ് ഗീത ടീച്ചർ. സഖാവ് KS ഹരിഹരൻ പറഞ്ഞത്, ഞാൻ ഈ സമരത്തിന് വന്നത് ഒരാൾ തല്ലുകൊള്ളുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ളത് കൊണ്ടാണ്. KK രമ ഈ തീരത്ത് എത്രയോ തവണ വന്നിരിക്കുന്നു. അപ്പോ നമ്മളുടെ സമരത്തിൽ എത്രയോ ആളുകൾ വന്നിരിക്കുന്നു. സുമൈറ അബ്ദുലാലി പ്രശസ്തയായ പരിസ്ഥിതി പ്രവർത്തകയാണ്. 6 or 7 ലേഖനങ്ങൾ ഇതിനോട്. K ഷാജി കഴിഞ്ഞ ദിവസങ്ങളിൽ 3 or 4 FB കുറിപ്പുകൾ, ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടു ഇതിന്റെ അപകടത്തെ ചൂണ്ടിക്കാണിച്ചു. റെജിമോൻ കുട്ടപ്പൻ, എത്രയോ പേര് എഴുതുന്നു, എത്രയോ ചാനലുകൾ വരുന്നു, എത്രയോ ആളുകൾ. ഇപ്പോ ഇവിടെ ഭരത് തമ്പി ഹിന്ദുവിനകത്ത് ലേഖനം എഴുതി, ഹിന്ദുവിന്റെ ഫ്രണ്ട് ലൈനകത്ത് ലേഖനം എഴുതി. ധന്യ രാജേന്ദ്രൻ ന്യൂസ് മിനിറ്റിൽ ഇതിന്റെ റിപ്പോർട്ടുകൾ കൊടുത്തു. ഏഷ്യാനെറ്റ് ഇപ്പൊ പരമ്പര ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിഗ് TV ഇപ്പോ അവിടെ തീരത്ത് ഇന്നിപ്പോ അതിന്റെ വിഷ്വൽസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ നേരത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്നലെ ഒരു സ്മൃതി പരുത്തിക്കാടുമായിട്ടുള്ള ഒരു ചർച്ചയിൽ നമ്മുടെ ആളിനെയും വിളിച്ചിരുന്നു. മീഡിയ 1 അതിൽ ഒന്നാന്തരം ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. നന്ദകുമാറിന്റെ ക്രൈം ഓൺലൈനിൽ NMPS ആയിട്ട് നടന്ന ഗംഭീരമായ ഒരു ചർച്ച. അത് വളരെ മനോഹരമായിരുന്നു. ഇപ്പൊ അഖില നന്ദകുമാർ മുഴുവൻ സമയവും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും നമുക്ക് ഒരു സംശയവുമില്ല. നമ്മളിത് ഏതൊരാൾ ചോദിച്ചാലും പറയാനുള്ള സംഗതികൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ തീരം ഖനനത്തിന് പറ്റിയതല്ല. 2, നമ്മുടെ തീരവരമ്പ് നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കായലുകളാണ്, നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങളാണ്, അവിടുത്തെ മത്സ്യസമ്പത്താണ്, അവിടുത്തെ ജീവിതമാണ്, അവിടുത്തെ നല്ല വെള്ളം നഷ്ടപ്പെടും, ഭൂഗർഭജലം ഭൂഗർഭജലത്തിലേക്ക് ആണവ വികിരണം പടരും. ആളുകൾ ത്വഗ് രോഗികളും ക്യാൻസർ രോഗികളുമായിട്ട് മാറും. ആളുകളിൽ അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കും. ആളുകൾക്ക് മ്യൂട്ടേഷന് കാരണമാകും. താഴെ തലത്തിൽ തൊട്ട് മോളെ തലം വരെയുള്ള ജീവികളിൽ മ്യൂട്ടേഷനുകൾ ഉണ്ടാകും. ഇത്തരത്തില് അപകടകരമാണ് ഈ ഖനനം. ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണോട്ട് കിട്ടൂല. അപ്പൊ ഈ കോറിഡോറിൽ വരുന്നത് ഇപ്പോ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. ഇത് കുറച്ച് കമ്പനികൾക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് സ്വകാര്യ വ്യക്തികൾക്ക് മാത്രം ലാഭം കിട്ടുന്നു. അതിനു വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കുന്നു തീരം. അല്ല, കുറച്ച് കമ്പനികളൊന്നുമില്ല, വിരലിലെണ്ണാവുന്ന കമ്പനികൾ. അദാനിക്ക് വേണ്ടിയാണ്, അദാനിക്കും അംബാനിക്കും വേദാന്തയ്ക്കും വേണ്ടിയാണ് തീരെഴുതുക. ആകെ 4 or 5 കമ്പനികൾക്കല്ലേ അനുമതി കൊടുത്തിട്ടുള്ളൂ ആകെ. ഒരു കാര്യം ഓർത്തോ, 2016 അദാനി AKG സെന്ററിലേക്ക് ചെന്നു. 2026 ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തുകൊണ്ട് സതീശ വന്ന് കയറൂന്ന് പറഞ്ഞു. സതീശനെ മംഗലാപുരത്തിന് കൊണ്ടുപോയി എന്നാ അറിയപ്പെടുന്നത്. എന്തിനാ പോയതെന്നോ എന്താണ് വ്യവസ്ഥ ഉണ്ടാക്കിയതെന്നോ യാതൊന്നും നമുക്കറിയത്തില്ല. പുറത്തു വിട്ടിട്ട് വന്നയാൾ അതിനുശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനിച്ച കേരളത്തിൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കമായിരുന്നില്ല മുഖ്യമന്ത്രി തർക്കം.
ആര് പിണറായി വിജയന്റെ പിന്തുടർച്ചക്കാരനായി ഇവിടുത്തെ മുതലാളിത്ത ഈ മൂലധന താല്പര്യം സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു വിഷയം. അത് അദാനി ഒരു തീരുമാനിച്ചു. വിഴിഞ്ഞം ഹാർബർ ഉണ്ടാക്കിയില്ലേ? 64% സംസ്ഥാന ഗവൺമെന്റിന്റെ നിക്ഷേപമാണ്. കേന്ദ്രം കൊടുക്കുന്ന 12% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടുന്ന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ് ഉള്ളത്. ബാക്കിയാണ് അദാനിക്കുള്ളത്. ഈ അദാനിയുടെ പേരിലാണ് ആ കമ്പനി അറിയപ്പെടുന്നത്. സീ പോർട്ട് അറിയപ്പെടുന്ന അദാനിയുടെ പേരിലാണ്. അദാനി പോർട്ട് അദാനിയുടെ പേരിലാണ്, ആരുടെ പേരിലല്ല. 64% കേരള സർക്കാരിന്റെ പേരിലല്ല. അല്ല, കെ പോർട്ട് എന്നല്ലേ? അല്ല, അദാനി പോർട്ട്. അത് തന്നെയല്ല, 3 ആഴ്ചക്ക് മുമ്പ് അദാനി അതിന്റെ 49% ഓഹരിയും വിറ്റു. അദാനിക്ക് എന്ത് നഷ്ടം? ലാഭമില്ലാതെ 2034 വരെ 5 പൈസ സംസ്ഥാന സർക്കാരിന് കിട്ടൂല. അതിനുശേഷം 2% അതിനുശേഷം 1% ലാഭവിഹിതത്തിൽ കിട്ടുക. 40-50 വർഷത്തേക്ക് ഈ അദാനി പോർട്ട് ആരുടെ കയ്യിലായിരിക്കും? അദാനിയുടെ കയ്യിലായിരിക്കും. ഇവരിപ്പോ പെട്ടെന്ന് സ്വകാര്യ മൂലധനത്തിനെതിരാണെന്ന് പറയുന്നു. ഇവരല്ലേ പറഞ്ഞു സ്വകാര്യ മൂലധനത്തെ ക്ഷണിക്കണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പൊ ഇതിന്റെ തുടർച്ചയാണ് സതീശൻ ഗവൺമെന്റ്. അദാനിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ തുടർച്ചയാണ് സതീശൻ ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് ഈ കോറിഡോർ അവര് ആ പഴയ വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവര് മുന്നോട്ട് പോകും. അതിനുള്ള ഒരുക്കി കൊടുക്കുക എന്നുള്ള പണി മാത്രമാണ് സതീശന് ചെയ്യാനുള്ളത്. മാത്രമല്ലല്ലോ, അന്താരാഷ്ട്ര വിമാനത്താവളം അവർക്ക് കിട്ടിയില്ലേ? അതെ. സംസ്ഥാന സർക്കാർ ഒരു പ്രിറ്റൻഡഡ് ബിഡർ ആയിരുന്നു. ഒരു വ്യാജ ബിഡറായി നിന്നുകൊണ്ട് മറ്റെല്ലാ മത്സരക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് അദാനിക്ക് വേണ്ടി പണിയെടുത്തു. അദാനിയുടെ ബന്ധുവിനെ കൊണ്ടാണ് ഇതിന്റെ പേപ്പറുകളെല്ലാം ശരിയാക്കിച്ചത്. എന്ന് പറഞ്ഞാൽ അദാനി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആ പണിയൊക്കെ ചെയ്തത്. അദാനിക്ക് വിമാനത്താവളവും കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം എല്ലാവരും, എല്ലാ മീഡിയകളും ഏറ്റെടുത്തിട്ടുണ്ട്, നല്ല നിലയിൽ പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സമരം, ഇനി എങ്ങനെയാണ് സമരസമിതി എങ്ങനെയാണ് ഇപ്പൊ ഈ സന്ദർഭത്തെ, അല്ലെങ്കിൽ ഇനിയിപ്പോ മുന്നോട്ടുള്ള ദിവസങ്ങൾ? തീർച്ചയായിട്ടും സമരസമിതി ഇന്നലെ മീറ്റിംഗ് കൂടിയിരുന്നു. അവിടെ പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പഴയ 2001-2004 കാലയളവിലെ സമരത്തിന്റെ അനുഭവം കൂടെ വെച്ചിട്ട് എല്ലായിടത്തും ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനം. തീരദേശത്തുള്ള മുഴുവൻ ആളുകളെയും കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരമാണ് തീരദേശത്ത് സാറും സമരസമിതിയും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഈ സമരത്തിന് വിജയാശംസകൾ നേരുന്നു. കേരള ഇൻസൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നത് സന്തോഷം.